നെറ്റ്ഫ്ലിക്സ് വാർണർ ബ്രോസിനെ വാങ്ങുന്നു. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. കഴിഞ്ഞ 100 വർഷമായി ഹോളിവുഡിന്റെ മുഖമായിരുന്ന ആ ഇതിഹാസ സ്റ്റുഡിയോയെ സ്ട്രീമിംഗ് ഭീമനായ നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇതോടെ സിനിമാ ലോകം തന്നെ മാറാൻ പോവുകയാണ്. അപ്പോ നമുക്കിതിന്റെ ഉള്ളറകളിലേക്കൊന്ന് പോയി നോക്കാം. 2025 ഡിസംബർ 5. ഈയൊരു തീയതി ഒരുപക്ഷേ വിനോദ വ്യവസായത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴും ഓർമ്മിക്കപ്പെടും. കാരണം അന്നാണ് സ്ട്രീമിംഗ് ലോകത്തെ രാജാവായ നെറ്റ്ഫ്ലിക്സ് വാർണർ ബ്രോസ് എന്ന ഇതിഹാസത്തിന്റെ പ്രധാനപ്പെട്ട ആസ്തികളെല്ലാം വാങ്ങാനുള്ള കരാറിൽ ഒപ്പിട്ടത്. $72 ബില്യൺ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ തുക എത്ര വലുതാണെന്ന്. ലോകത്തിലെ പല ചെറിയ രാജ്യങ്ങളുടെയും മൊത്തം GDP-യേക്കാൾ വലിയൊരു തുകയാണിത്. ഇത് ഹോളിവുഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടപെടലുകളിൽ ഒന്നാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു വെറും കച്ചവടമല്ല. ടെക് ലോകം പഴയ ഹോളിവുഡിനെ അപ്പാടെ വിഴുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത്. അപ്പോ ഈയൊരു ഭൂകമ്പം പോലത്തെ ഇടപാടില് എന്തൊക്കെയാണ് നെറ്റ്ഫ്ലിക്സിന് ശരിക്കും കിട്ടുന്നത്? എന്തൊക്കെയാണ് അവർ വാങ്ങുന്നത്? ഏതൊക്കെയാണ് അവർ ഒഴിവാക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. നെറ്റ്ഫ്ലിക്സ് വളരെ കൃത്യമായിട്ടാണ് ഈ ഇടപാടിനെ സമീപിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടത് ഏറ്റവും മികച്ച ഭാഗങ്ങൾ മാത്രമാണ്. അതായത് സിനിമകളും TV ഷോകളും ഉണ്ടാക്കുന്ന സ്റ്റുഡിയോകൾ, ലോകോത്തര കണ്ടന്റുള്ള HBO, പിന്നെ DC കോമിക്സ്. എന്നാൽ പഴയ കേബിൾ ബിസിനസ്, CNN, സ്പോർട്സ് ചാനലുകൾ അതൊക്കെ അവർ ഒഴിവാക്കുകയാണ്. കാരണം അവർക്കറിയാം ഭാവി കണ്ടന്റിലാണ്, കേബിളിലല്ല. നെറ്റ്ഫ്ലിക്സ് വെറുമൊരു സ്റ്റുഡിയോയല്ല വാങ്ങുന്നത്. അവർ വാങ്ങുന്നത് ഒരു നൂറ്റാണ്ട് നീണ്ട സിനിമാ ചരിത്രത്തെയാണ്. കഥകളുടെ ഒരു മഹാസമുദ്രം തന്നെയാണ് അവർ സ്വന്തമാക്കുന്നത്. 1923-ൽ 4 സഹോദരന്മാർ ചേർന്നു തുടങ്ങിയ ഒരു ചെറിയ സ്റ്റുഡിയോയിൽ നിന്ന് ലോകത്തെ ആദ്യത്തെ ശബ്ദചിത്രം പുറത്തിറക്കി സിനിമാ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചൊരു ഭീമനായിട്ടാണ് അവർ വളർന്നത്. കാസബ്ലാങ്ക മുതൽ ഹാരി പോട്ടർ വരെ എത്രയെത്ര തലമുറകളെ സ്വാധീനിച്ച കഥകളാണ് അവർ നമുക്ക് തന്നത്. ബാറ്റ്മാൻ, ഹാരി പോട്ടർ, ലോർഡ് ഓഫ് ദി റിംഗ്സ് ഇവയൊന്നും വെറും കഥാപാത്രങ്ങളല്ല. ഇവ നമ്മുടെയൊക്കെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. പണം കൊണ്ടളക്കാൻ പറ്റാത്ത ഈ ബൗദ്ധിക സ്വത്തുകൾ, ഇതാണ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കുന്ന യഥാർത്ഥ നിധി. ഇനിയങ്ങോട്ട് ഈ കഥാപാത്രങ്ങളുടെ എല്ലാം ഭാവി നെറ്റ്ഫ്ലിക്സിന്റെ കൈകളിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും. വാർണർ ബ്രോസ് ഇത്ര വലിയൊരു ഭീമനായിട്ടും എങ്ങനെയാണ് അവരെ വിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്കെത്തിയത്? അതിന്റെ ഉത്തരം കോർപ്പറേറ്റ് ലയനങ്ങളുടെ തലകറങ്ങുന്ന ഒരു ചരിത്രത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ. ആദ്യം അവരെ വാങ്ങിയത് ഒരു മാഗസിൻ കമ്പനി, പിന്നെ ഒരു ഇന്റർനെറ്റ് കമ്പനി, അതിനുശേഷം ഒരു ഫോൺ കമ്പനി. വന്ന ഓരോരുത്തർക്കും സിനിമയെക്കുറിച്ച് ഓരോ കാഴ്ചപ്പാടായിരുന്നു. ഈ തുടർച്ചയായ മാറ്റങ്ങൾക്കിടയിൽ ആ സ്റ്റുഡിയോക്ക് സ്വന്തമായൊരു ദിശാബോധം നഷ്ടപ്പെട്ടു. അവർക്ക് ശരിക്കും വഴിതെറ്റിപ്പോയി. എന്നാൽ അവസാനത്തെ ആണിയടിച്ചത് ഇതാണ്: $44 ബില്യൺ കടം. ഡിസ്കവറിയുമായുള്ള ലയനത്തിനു ശേഷം കമ്പനിയുടെ തലയിലുണ്ടായിരുന്ന ഈ ഭീമമായ കടമാണ് അവരെ ശരിക്കും ശ്വാസം മുട്ടിച്ചത്. ഒടുവിൽ ഈ കടം തന്നെയാണ് അവരെ വിൽക്കാൻ നിർബന്ധിതരാക്കിയതും. ഇതോടെ കമ്പനി തങ്ങളുടെ അവസാനത്തെ സ്വതന്ത്ര വർഷങ്ങളിലേക്ക് കടന്നു. ഈ കനത്ത സാമ്പത്തിക സമ്മർദ്ദം കാരണം അവരെടുത്ത പല തീരുമാനങ്ങളും വിവാദപരവും കുഴപ്പം നിറഞ്ഞതുമായിരുന്നു. ഒരേ വർഷം തന്നെ ബാർബി പോലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നും, ദ ഫ്ലാഷ് പോലെ ഏറ്റവും വലിയ പരാജയങ്ങളിലുമൊന്നും ഒരേ സ്റ്റുഡിയോയിൽ നിന്ന് വരുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഒരു സ്ഥിരതയില്ലായ്മ നിക്ഷേപകരെ ശരിക്കും ഭയപ്പെടുത്തി. പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും വലിയ ശക്തിയാകേണ്ടിയിരുന്ന DC ഫ്രാഞ്ചൈസിയുടെ കാര്യത്തിൽ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഏകദേശം $90 മില്യൺ, അതായത് ഏതാണ്ട് 750 കോടി രൂപയോളം മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു സിനിമ, ഒരു സ്റ്റുഡിയോ എന്തിനാണ് ഉപേക്ഷിക്കുന്നത്? ഉത്തരം വിശ്വസിക്കാൻ കുറച്ചു പ്രയാസമായിരിക്കും. ടാക്സ് ലാഭിക്കാൻ വേണ്ടി. സിനിമ റിലീസ് ചെയ്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടത്തേക്കാൾ കൂടുതൽ പണം അതൊരു നഷ്ടക്കണക്കായി കാണിച്ച് ടാക്സിൽ ഇളവ് നേടുന്നതിലൂടെ കിട്ടുമെന്നവർ കണക്കുകൂട്ടി. കലയല്ല, കണക്ക് പുസ്തകമാണ് ബാറ്റ് ഗേൾ എന്ന സിനിമയുടെ വിധി തീരുമാനിച്ചത്. ബാറ്റ് ഗേൾ ഒരു തുടക്കം മാത്രമായിരുന്നു. ഏകദേശം $825 മില്യൺ വിലമതിക്കുന്ന സിനിമകളും ഷോകളുമാണ് അവർ HBO മാക്സിൽ നിന്ന് നീക്കം ചെയ്തത്. അതെന്തിനാണെന്നറിയാമോ? ആ ഷോകൾ സ്ട്രീം ചെയ്യുമ്പോൾ അതിന്റെ സ്രഷ്ടാക്കൾക്ക് കൊടുക്കേണ്ട ചെറിയ വരുമാന വിഹിതം അഥവാ റോയൽറ്റി ഒഴിവാക്കാൻ വേണ്ടി മാത്രം. ഈ തീരുമാനങ്ങളെക്കുറിച്ചൊക്കെ അന്നത്തെ CEO ഡേവിഡ് സാസ്ലാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവ ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങളാണ്, പക്ഷെ അവ എടുക്കാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട്. ഈ ധൈര്യം എന്ന വാക്ക് ഹോളിവുഡിലെ കലാകാരന്മാരെയും സിനിമയെ സ്നേഹിക്കുന്ന ആരാധകരെയും ഒരുപോലെ ചൊടിപ്പിച്ചു.
അപ്പോ ഇതെല്ലാം കഴിഞ്ഞ് രൂപപ്പെടുന്ന പുതിയ ഹോളിവുഡ് സാമ്രാജ്യം എങ്ങനെയായിരിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ടിവി സ്ക്രീനിൽ, നിങ്ങളുടെ സ്ട്രീമിംഗ് ശീലങ്ങളിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? ഈ പുതിയ സാമ്രാജ്യം യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് അവസാനത്തെ കുറച്ച് കടമ്പകൾ കൂടിയുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിയമപരമായ പരിശോധനകൾ, പഴയ കേബിൾ നെറ്റ്വർക്കുകളെ വേർപെടുത്തൽ, ഇതെല്ലാം കഴിഞ്ഞാൽ 2026ഓടെ ഈ ചരിത്രപരമായ ലയനം പൂർത്തിയാവുമെന്നാണ് പ്രതീക്ഷ. അപ്പോ പ്രേക്ഷകരായ നമുക്ക് ഇതിന്റെയെല്ലാം ഫലം എന്താണ്? വളരെ സിമ്പിളാണ്. ഇനി ഹൗസ് ഓഫ് ദി ഡ്രാഗൺ കാണാനും അടുത്ത ബാറ്റ്മാൻ സിനിമ കാണാനും കാസബ്ലാങ്ക പോലുള്ള ക്ലാസിക്കലുകൾ കാണാനുമെല്ലാം നിങ്ങൾക്ക് ഒരൊറ്റ സബ്സ്ക്രിപ്ഷൻ മതിയാകും. നെറ്റ്ഫ്ലിക്സ്. എല്ലാം ഒരിടത്ത് കിട്ടും. ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണോ? ഭാവിയിൽ നമ്മൾ കാണുന്ന സിനിമകളും സീരീസുകളുമെല്ലാം വിരലിലെണ്ണാവുന്ന ഒന്നോ രണ്ടോ കമ്പനികളുടെ മാത്രം നിയന്ത്രണത്തിലാകുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തായാലും കാലം തന്നെ ഇതിന് ഉത്തരം നൽകും.